ഹലോ എവ്രി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അയണിക് ഇക്വിലിബ്രിയയിലുള്ള ഓസ്റ്റ്വാൾഡ്സ് ഡൈലൂഷൻ ലോ എന്ന ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ, അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോൻ്റെ ലിമിറ്റേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് ഇത് അപ്ലിക്കബിൾ അല്ല. അതിൻ്റെ റീസൺ നമ്മൾ വഴിയേ പറയും. സോ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഏതിനാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണ്. സോ അരീനീസ് തിയറി അനുസരിച്ചിട്ട് ഒരു ഇലക്ട്രോലൈറ്റിലെ അയണൈസ്ഡ് മോളിക്യൂൾസും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ട്, ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓസ്റ്റ്വാൾഡ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹി ഡിറൈവ്ഡ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ബൈ അപ്ലൈയിങ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ടു ഇറ്റ്. ഈ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്തിട്ട് ഹൗ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് കോൺസെൻട്രേഷൻ ആൻഡ് വോളിയം എന്നുള്ളതിനെ കണക്ട് ചെയ്യുന്ന ലോ ആണ് എന്ത്? ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ. അവിടെ നമ്മൾ എടുക്കുന്നത് അയണൈസ്ഡ് മോളിക്യൂൾസും അൺഅയണൈസ്ഡ് മോളിക്യൂൾസും ഈ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും അപ്ലൈ ചെയ്തുകൊണ്ട് വി ആർ ഡിറൈവിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് വിത്ത് ദാറ്റ് ഓഫ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഓർ വോളിയം. ഇതാണ് നമ്മളതിനകത്ത് ചെയ്യുന്നത്. സോ നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. Now let us consider a binary electrolyte Ba with concentration C moles per liter. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബൈനറി ഇലക്ട്രോലൈറ്റ് BAക്ക് കോൺസെൻട്രേഷൻ C moles per liter ആണ്, ആൻഡ് ഇറ്റ് ഹാസ് എ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസോസിയേഷൻ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ കാണിക്കാം. Ba giving B plus A minus, where B plus is the cation and A minus is the anion. These ions are generated due to the dissociation of Ba. Ba dissociate ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാറ്റിയോണും ആനിയോണും അയോൺസ് ആണ് ഏത്? B പ്ലസും A മൈനസും. So forward reaction represents the dissociation reaction and backward reaction represents the association of these B plus and A minus to form or to regenerate the electrolyte Ba. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ റിവേഴ്സിബിൾ സൈൻ കൊടുക്കാനുള്ള കാരണം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. നമ്മളത് മറന്നു പോകാൻ പാടില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ പാർഷ്യലി അയണൈസ്ഡ്, നോട്ട് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആണ് എന്താ പറയുക, മോഡറേറ്റ്ലി ഹൈ കോൺസെൻട്രേഷൻസിലും കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് വി നോ ദേ ആർ ഓൺലി പാർഷ്യലി ഡിസോസിയേറ്റഡ്. So we represents the dissociation reaction by a reversible sign. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അയോൺസ് തിരിച്ച് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ വി യൂസ് ദ റിവേഴ്സിബിൾ സൈൻ ഹിയർ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വി അപ്ലൈ ദ ലോ ഓഫ് ഇക്വിലിബ്രിയം ടു ദിസ് ഇക്വേഷൻ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ആർ കൺസിഡറിങ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം ഇനീഷ്യലി C moles per liter ആണ്. റിയാക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് Ba ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C moles per liter ആയിരുന്നു. അപ്പോൾ അവിടെ B പ്ലസോ A മൈനസോ ഫോം ചെയ്തിട്ടില്ല. സോ ദെയർ കോൺസെൻട്രേഷൻസ് ആർ ടേക്കൺ ആസ് 0. അവരുടെ കോൺസെൻട്രേഷൻ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? 0 ആയിട്ടാണ് ഇനീഷ്യലി. ഇനി ഇക്വിലിബ്രിയം റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കുകയാണ്. അപ്പോൾ Ba ഡിസോസിയേറ്റ് ചെയ്ത് B പ്ലസും A മൈനസും ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നടന്ന് തിരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് റേറ്റ്സിലാണ്. അങ്ങനെ റിയാക്ഷൻ മുൻപോട്ട് പോകുമ്പോൾ ദേ വിൽ റീച്ച് ആൻ ഇക്വിലിബ്രിയം എത്തും. ഡൈനാമിക് ഇക്വിലിബ്രിയം ആയിരിക്കും, വിച്ച് മീൻസ് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനും അവിടെ സെയിം ആയി മാറും. അപ്പോൾ ഇക്വിലിബ്രിയം റിയാക്ഷൻ ആവും. ഇക്വിലിബ്രിയം കണ്ടീഷൻ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Ba എന്തായിട്ടുണ്ടാവും? B പ്ലസും A മൈനസും ആയിട്ടുണ്ടാവും. കുറേ B പ്ലസും A മൈനസും തിരിച്ച് Ba ആയിട്ടും ഉണ്ടായിരിക്കും. സോ ഇവിടെ B പ്ലസും A മൈനസും ഓഫ് കോഴ്സ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എഴുതണമെങ്കിൽ നമുക്കറിയാം Ba എന്ന് പറയുന്നത് ഇനീഷ്യലി C ആയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിൽ
ഇനീഷ്യൽ കണ്ടീഷനിൽ ബി പ്ലസും എ മൈനസും 0 ആയിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ. പക്ഷേ ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ആൽഫ എന്നാണ്. സോ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ സിയിൽ നിന്ന് സി ആൽഫ എമൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോവാണ്. ആൽഫ ഇസ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇൻറ്റു സി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ കോൺസെൻട്രേഷൻ ദാറ്റ് ഗെറ്റ് ഡിസോസിയേറ്റഡ്. അപ്പോൾ ആ കോൺസെൻട്രേഷനാണ് സി ആൽഫ. അപ്പോൾ സി മൈനസ് സി ആൽഫ ആയിരിക്കും ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ബി എയുടെ കോൺസെൻട്രേഷൻ. Okay, so the concentration of BA at equilibrium is C minus C alpha. ഈ C alpha എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ C alpha പറയുന്നത് ഇത്രയും എമൗണ്ട് എന്ത് ചെയ്തു, ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ആണ് എന്ത്, C മൈനസ് C ആൽഫ. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് പോയത് C ആൽഫ ആണെങ്കിൽ അത്ര തന്നെ B പ്ലസും അത്ര തന്നെ A മൈനസും അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും അക്കോർഡിംഗ് ടു ദി സ്റ്റോഷ്യോമെട്രി. അല്ലേ, ഇവിടെയും 1 ആണ് ഇവിടെയും 1 ആണ്. സോ സ്റ്റോഷ്യോമെട്രി അനുസരിച്ചിട്ട് ബി പ്ലസ് സി ആൽഫ എമൗണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും, എ മൈനസും സി ആൽഫ എമൗണ്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. സോ ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. ആൻഡ് നമുക്കിതിൽ നിന്ന് സീനെ കോമൺ ആയിട്ട് പുറത്തെടുത്തൂടെ? അപ്പോൾ സി ഇൻറ്റു 1 മൈനസ് ആൽഫയാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ബി എയുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ തന്നെ ബി പ്ലസിൻ്റെയും എ മൈനസിൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കെ. അപ്പോൾ എന്താ വരിക, കോൺസെൻട്രേഷൻ ഓഫ് ബി പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബി എ. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ അക്കോർഡിംഗ് ടു ദി റിയാക്ഷൻ. അല്ലേ, അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബി പ്ലസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് സി ആൽഫ. എ മൈനസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം, ദാറ്റ് ഇസ് അഗെയിൻ സി ആൽഫ. ആൻഡ് ബി എയുടെ കോൺസെൻട്രേഷൻ അറ്റ് ഇക്വിലിബ്രിയം നമുക്കറിയാം, ഇറ്റ് ഇസ് സി ഇൻറ്റു 1 മൈനസ് ആൽഫ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ സിയും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, സി ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്നാകും. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്കറിയാം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ദേ വീക്ക്ലി ഡിസോസിയേറ്റ്, അല്ലേ, പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. സോ ദ ഡിസോസിയേഷൻ degree of dissociation alpha is very very small. So maximum possible value for alpha is 1. So the value of alpha is very much less than 1 in the case of weak electrolytes. Weak electrolytes in the case degree of dissociation എന്ന് പറയുന്നത് 1നേക്കാൾ ഒരുപാട് ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആൽഫനെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ആൽഫ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യാൻ കാരണം 1നേക്കാൾ ഒത്തിരി ചെറുതാണ് ആൽഫയുടെ വാല്യൂ. സോ അപ്പോൾ ഇതിൽ നിന്ന് ആൽഫ എന്നുള്ള ടേമിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും, കെ ഈസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ എന്നായി മാറും. ആൻഡ് അതിൽ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് കെ ബൈ സി എന്ന് കിട്ടും, അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. കെനെ നമ്മൾ പറയുന്നത് അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്നാണ് അക്കോർഡിംഗ് ടു ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ. ഇതിൽ സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദി വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ആൻഡ് ആൽഫ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് സി എന്ന് നമുക്ക് മനസ്സിലായി. കണ്ടോ, ആൽഫ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് സി. സ്ക്വയർ റൂട്ട് ഓഫ് സിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് മനസ്സിലായി. ഇനി ഈ സിക്ക് നമുക്ക് പകരം ഒരു ഇക്വേഷൻ കൊണ്ടുവരാം. സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ആണ്. സിയുടെ ഒരു ഇക്വേഷൻ നമുക്കറിയാം, സി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യാണ് വി എന്ന് പറയുന്നത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം ആണെങ്കിൽ സീനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/v എന്ന് എഴുതാം. കാരണം സി ഈസ് ഈക്വൽ ടു n/v എന്നാണ് ഇക്വേഷൻ. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഇക്വേഷൻ എന്താണ്, സി ഈസ് ഈക്വൽ ടു 1/v. അത് നമുക്ക് ഇവിടെ റൂട്ട് സിയുടെ സ്ഥാനത്ത് നമുക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ആൽഫ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ വി എന്ന്, വിച്ച് മീൻസ് ആൽഫ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ്. സോ ഇതാണ് നമുക്ക് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോയിൽ നമ്മൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ്
It is degree of dissociation is directly proportional to the square root of volume occupied by 1 mole of weak electrolyte. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ എന്ന് പറയുന്നത്. ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വോളിയം കണ്ടെയ്നിങ് 1 മോൾ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ഇതാണ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷനായിട്ട് നമ്മൾ പറയുന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ. എന്താണെന്ന് വെച്ചാൽ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇറ്റ് കംപ്ലീറ്റ്ലി ഫെയിൽ വെൻ അപ്ലൈഡ് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ മാത്രമേ നമ്മളത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതെന്താ കാരണം എന്ന് വെച്ചാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിൽ എല്ലാ കോൺസെൻട്രേഷനിലും എന്താണ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കാരണം അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നില്ല ബിറ്റ്വീൻ അയോൺസ് ആൻഡ് അൺഅയണൈസ്ഡ് മോളിക്യൂൾസ്. അങ്ങനെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ ആയാലും അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആൻഡ് സെക്കൻഡ് ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത് ദ വാല്യൂ ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് കെ. നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓർ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ്, വിച്ച് മീൻസ് അത് കോൺസ്റ്റൻ്റായി തന്നെ നിൽക്കണം. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് കെ ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് റിമൈനിങ് കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റായി നിൽക്കുന്നതിന് പകരം ഡൈലൂഷൻ കൂടുന്തോറും കെയുടെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അതും ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോൻ്റെ ലിമിറ്റേഷനാണ്. ഒരു ലിമിറ്റേഷൻ, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. And the second limitation is that the value of K decreases with increase in dilution instead of remaining constant. ഈ രണ്ട് ലിമിറ്റേഷൻസ് ആണ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോയിൽ പറയുന്നത്. Now, the factors responsible for the failure of Ostwald dilution law are listed below. Ostwald dilution law എന്ന് പറയുന്നത് based on Arrhenius theory ആണ്. Arrhenius theory law of chemical equilibrium നമ്മളോട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ Arrhenius theory അനുസരിച്ചിട്ട് ഇലക്ട്രോലൈറ്റ്സിലെ ഒരു ഫ്രാക്ഷൻ മാത്രമാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് അണ്ടർ നോർമൽ ഡൈലൂഷൻ ബട്ട് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റഡ് ഇൻ ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടീഷൻ. ആൻഡ് ദിസ് കണ്ടീഷൻ ഇസ് വാലിഡ് ഓൺലി ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഈ കണ്ടീഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ് അറ്റ് ഓൾ ഡൈലൂഷൻ ആൻഡ് ആസ് വെൽ ദർ ഈസ് നോ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ അയോൺസ് ആൻഡ് അൺഅയണൈസ്ഡ് മോളിക്യൂൾസ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ അയണൈസ്ഡ് മോളിക്യൂൾസും അൺഅയണൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസും തമ്മിൽ എന്തില്ല? ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദേ ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് അറ്റ് ഓൾ ഡൈലൂഷൻ കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറീനിയസ് തിയറി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അറീനിയസ് തിയറിയും ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺലി ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സിനാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ ഇസ് അപ്ലിക്കബിൾ ഓൺലി ടു വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോട്ട് ടു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതിന് ആ ഫെയിലിയറിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ, അതിൻ്റെ ഡെറിവേഷൻ, അത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അറീനിയസ് തിയറിയും അതുപോലെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഡെറിവേഷൻ കൊണ്ടുവന്നു. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നമ്മൾ കണ്ടു. ആ ലിമിറ്റേഷൻസിന് കാരണമായ റീസൺസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ ഓഫ് ഓസ്റ്റ്വാൾഡ് ഡൈലൂഷൻ ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.